എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് കിയേൻ്റെ സോണറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം ഈ വീഡിയോ കൊണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് IMT ട്രാൻസ്മിഷനാണിത്, ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന കാറാണ്. പിന്നെ ഈ ട്രാൻസ്മിഷനെ പറ്റി അധികം ആൾക്കാർക്ക് വലിയൊരു ഐഡിയ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ കാറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതിന് ക്ലച്ചില്ല. അതായത് നമുക്കിവിടെ കാണുന്നതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ, ബ്രേക്ക് പാഡലാണിത്. പിന്നെ ക്ലച്ചില്ലാണ്, ക്ലച്ച്ലെസ് ആണ്. പിന്നെ പറയേണ്ടത്, ഇത് നോർമൽ നമ്മൾ മാനുവൽ ഷിഫ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ലേഡീസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ക്ലച്ച് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ ആ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും, അതായത് ഓടിക്കാൻ നല്ല സുഖമായിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം മുമ്പ് മാനുവൽ ഗിയറാണ് യൂസ് ചെയ്തത്. പക്ഷേ ഈ വണ്ടി ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ചില ടൈമിൽ, അതായത് പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കിലല്ലെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. നമുക്കെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കേണ്ട, അതായത് മാനുവൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ ക്ലച്ച് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു മുഷിപ്പില്ലേ, അതില്ലാണ്ടാവും ചെയ്യും. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ക്ലസ്റ്ററിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ കാണിച്ചു തരാം, ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മളിത് ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതിൽ പ്ലീസ് ഷിഫ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പം ഫസ്റ്റ്, ഇതിപ്പോൾ റണ്ണിങ് കണ്ടീഷനില്ല, ഇത് നമ്മുടെ സ്റ്റോപ്പ് കണ്ടീഷനിലെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒന്നിക്കൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിൽ ഇട്ടിട്ട് നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. തേർഡിൽ ഇത് നടക്കില്ല, അതുപോലെ തന്നെ ഫോർത്തിലും ഇത് മൂവ് ചെയ്യില്ല. അതായത് നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡിൽ ഈ വണ്ടി മൂവ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഈ വണ്ടി നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ അറിയാണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട്, അതായത് തേർഡിലോ ഫോർത്തിലോ വെച്ച് ഇട്ട് പോയാൽ തന്നെ ഈ വണ്ടി നമ്മളെ സാധാരണ കാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുത്തി ഓഫായി പോകുന്നുണ്ട്, അതായത് എഞ്ചിന് ഓഫാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിൽ ഇതിന് പ്രശ്നമില്ല. പിന്നെ എല്ലാ കാറിലും ഇപ്പം പുതിയ ലേറ്റസ്റ്റ് എല്ലാ കാറിലും വരുന്ന പോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ബാക്കോട്ട് പോകുന്ന ഒരു പ്രശ്നം ഇല്ല. പിന്നെ ഈ ഒരു കാര്യം ഞാൻ പറയാം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മറ്റുള്ള അതായത് മാനുവൽ ഷിഫ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നവർ ഇതിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഗിയർ നോബിൽ അത് കൈവച്ചിട്ട് ഓടിക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ ലൈഫ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് വെച്ചാൽ പരമാവധി നമ്മൾ സ്റ്റിയറിംഗ് വീൽ തന്നെ കൈവച്ചിട്ട് ഓടിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇവിടെ പിടിച്ച് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ്, ചെറിയൊരു മൂവ്മെൻറ്റ്, അതായത് നമ്മളിതൊരു സെൻസർ കൺട്രോളിൽ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളെ സെൻസറെ സംബന്ധിച്ചോളം ഇത്ര പെർസെൻറ്റേജ് നമ്മളെ മൂവ് ചെയ്യുമ്പം സെൻസർ സെൻസ് ചെയ്യുന്നുണ്ട്. അതൊരു ഇലക്ട്രോണിക്സ് യൂണിറ്റിലേക്ക് കൺവേർട്ട് അല്ല, നമ്മളെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ നമ്മളെ ഹൈഡ്രോളിക് ക്ലച്ച് ആക്ച്വേറ്ററിലേക്കാണ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അറിയാണ്ട് നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഓടിക്കുന്നു. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കും വേണ്ട, ഈ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ സെൻസർ ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ റണ്ണിങ് കണ്ടീഷനിൽ മിസ്സിങ്ങിനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് കുറേ കാലം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് വല്ല തേയ്മാനം സംഭവിക്കാനോ, അതായത് ആക്ച്വേറ്ററിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോർമൽ പറയുകയാണെങ്കിൽ നമ്മളെ മാനുവൽ വണ്ടിനെക്കാട്ടും അത്യാവശ്യം, അതായത് ഒരു 10-20,000 രൂപേൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളൂ ഇതിന്. പക്ഷേങ്കിൽ ഇതിൻ്റെ ആക്ച്വേറ്ററിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആണ്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അതായത് ജസ്റ്റ് നമ്മളെ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇതെന്താ സംഭവിക്കുക, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതൊക്കെ. സാധാരണ മാനുവൽ ഗിയർ പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ ഇതിന് ക്ലച്ച് ഇല്ല എന്നുള്ളത്. അപ്പം ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിച്ചിട്ട് വേണം. അതായത് ഇതിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക് വണ്ടി പോലെ തന്നെ നമ്മളെ ബ്രേക്കിലാണ് ഇതിൻ്റെ മൊത്തം സെൻസ് ചെയ്യുന്നത്. അതായത് നമ്മളെ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വേണം ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ അതിന് ശേഷം നമ്മളെ ന്യൂട്രലാണ്ട്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ന്യൂട്രലായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മളിതാ ഫസ്റ്റ് ഗിയറിലിടുകയാണ്. ക്ലസ്റ്ററിൽ നമുക്കിപ്പം ഫസ്റ്റ് ഗിയറിന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യാണ്. അതാ വണ്ടിയാണ് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം RPM-അനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തുകൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഇതാ സെക്കൻഡിലേക്ക് ഇട്ട്, ഇവിടെ സെക്കൻഡിൽ നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡിലും ഈ വണ്ടി മൂവ് ചെയ്യും. പ്രത്യേകിച്ച് ഡീസൽ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതാ തേർഡിലിട്ടുണ്ട്. തേർഡിലിട്ടിട്ട് വണ്ടിയിൽ ഇങ്ങനെ
പ്ലീസ് ഷിഫ്റ്റ് ഡൗൺ എന്നാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു പെർട്ടിക്കുലർ നമ്മൾ ഒരു RPM വേണം, എന്നാൽ മാത്രമേ ഇത് നമ്മൾ 3rd ഗിയറിൽ നമുക്ക് ഓടിക്കാൻ പറ്റൂ. അതായത് ഞാനിപ്പോൾ ആക്സിലേറ്റർ കൊടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ മാനുവൽ ഗിയർ ഉപയോഗിക്കുന്ന വണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുത്തി അതായത് വണ്ടി എഞ്ചിൻ ഓഫായി. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നം വരുന്നില്ല, ഇതൊരു വാണിംഗ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് സെക്കൻഡിലോ അല്ലെങ്കിൽ ഫസ്റ്റിലോ ഇട്ടിട്ട് വേണം വണ്ടി മൂവ് ചെയ്യാൻ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. ഈ വണ്ടി കുറച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അതായത് ഇപ്പം കുറേ കാലം നമ്മളിപ്പം മാനുവൽ ഗിയർ ഓടിച്ച് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചവർക്ക് ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒരു ബുദ്ധിമുട്ട്. അതിനുശേഷം നമുക്കത് നന്നായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ വേറൊരു ബുദ്ധിമുട്ടും ഇതിനെ പറ്റിയിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ എല്ലാവർക്കും IMT ട്രാൻസ്മിഷനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറൊന്നുമല്ല. നമ്മളെ മാരുതി സുസുക്കിയൊക്കെ ഫ്യൂച്ചറിൽ IMT ട്രാൻസ്മിഷൻ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവരും പോയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിനുശേഷം ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.